CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീകളും നക്ഷത്രങ്ങളുമെല്ലാമായി നാടും നഗരവും ക്രിസ്മസിനെ വരവേറ്റു. ശാന്തിയുടെയും സഹനത്തിന്റെയും സന്ദേശം ലോകത്തിന് പകർന്നു നൽകിയ യേശുദേവന്റെ തിരുപ്പിറവിയുടെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ ക്രിസ്മസും. പാലക്കാട് പുതുശ്ശേരിയിൽ കരോൾ സംഘത്തിന് നേരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ മണ്ണാർക്കാട് പയ്യനടം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കരോൾ സംഘടിപ്പിച്ചു. വെള്ളപ്പാടത്ത് വെച്ച് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജ് വെള്ളപ്പാടം ഉദ്ഘാടനം ചെയ്തു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ പദവിയിലേക്ക് ആയിഷ മേക്കോട്ടിലിനെ മുസ്ലിം ലീഗ് കമ്മിറ്റി തീരുമാനിച്ചു. നിലവിൽ വനിതാ ലീഗിന്റെ പഞ്ചായത്ത് അധ്യക്ഷയായ ആയിഷയുടെ സംഘടനാ മികവും മുൻപുള്ള ഭരണപരിചയവും കണക്കിലെടുത്താണ് പാർട്ടിയുടെ ഈ തീരുമാനം. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 2ാം വാർഡംഗം ബീന വന്നിട്ടു. പഞ്ചായത്തിൽ ഇത്തവണ വനിതാ പ്രസിഡന്റ് സംവരണമാണ്. 27നാണ് തിരഞ്ഞെടുപ്പ്. പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീകളും നക്ഷത്രങ്ങളുമെല്ലാമായി നാടും നഗരവും ക്രിസ്മസിനെ വരവേറ്റു. ശാന്തിയുടെയും സഹനത്തിന്റെയും സന്ദേശം ലോകത്തിന് പകർന്നു നൽകിയ യേശുദേവന്റെ തിരുപ്പിറവിയുടെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ ക്രിസ്മസും. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഒന്നടങ്കം ആഘോഷിക്കുന്ന ദിനം. ജീവിതത്തിന്റെ ഉടമയാക്കി തീർക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ക്രിസ്മസ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ്. മനുഷ്യപുത്രൻ എന്നാണ് പ്രധാനം വിശേഷിപ്പിക്കുന്നത്. ആ മനുഷ്യപുത്രനെ ഭൂമിയിലേക്കുള്ള തന്റെ ആഗമനം ബത്ലഹേമിലെ പുൽക്കൂട്ടിൽ ഉണ്ണിയേശു ജനിച്ചതിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും പാതിര കുർബാനയും നടന്നു. ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കാൻ വന്ന ലോകരക്ഷകന്റെ ജനനം പ്രകാശത്തിന്റെ തിരുനാളായാണ് ഏവരും കൊണ്ടാടുന്നത്. വീടുകൾക്ക് മുന്നിൽ തൂക്കിയ നക്ഷത്രങ്ങളും വർണ്ണവിളക്കുകളാൽ അലങ്കരിച്ച ക്രിസ്മസ് മരങ്ങളും ആഘോഷത്തിന് മാറ്റുകൂട്ടി. പുൽക്കൂട് നിർമ്മാണത്തിലും നക്ഷത്രങ്ങൾ ഒരുക്കുന്നതിലും മുതിർന്നവർക്കൊപ്പം കുട്ടികളും ആവേശത്തോടെ പങ്കുചേർന്നു. അവിടുത്തെ അനുഭവിക്കുവാൻ പ്രതീക്ഷിച്ചു നിൽക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ ഈ വിശുദ്ധതകൾ വരച്ചിരിക്കുന്നവരുടെ മേലും ഇത് അനുഭവിക്കുന്നവരുടെ മേലും. കഴിഞ്ഞ ദിവസങ്ങളിൽ വീടുകൾ തോറും കയറിയിറങ്ങിയ ക്രിസ്മസ് കരോൾ സംഘങ്ങൾ സൗഹൃദത്തിന്റെയും കൂട്ടായ്മയുടെയും സന്ദേശം പകർന്നു. ജാതി മതഭേദമന്യേ മനുഷ്യർക്കിടയിൽ സമാധാനവും ഐക്യവും വളർത്തുക എന്നതാണ് ഈ ദിനത്തിന്റെ കാതലെന്ന് മലപ്പുറം ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ചർച്ച് വികാരി ഫാദർ അനീഷ് തോമസ് ക്രിസ്മസ് സന്ദേശമായി പറഞ്ഞു. നമുക്ക് തരുന്ന വലിയൊരു സന്ദേശമാണ്. സ്നേഹത്തിന്റെയും കരുണയുടെയും മനസ്സലിവിന്റെയും ഒരു സന്ദേശമാണ് നമുക്ക് തരുന്നത്. ദൈവം മനുഷ്യനെ സ്നേഹിക്കുകയും മനുഷ്യനോടൊപ്പം വസിക്കുവാൻ തക്കവണ്ണം ഈ ഭൂമിയിലേക്ക് ആഗതനാവുകയും ചെയ്തതിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ്. കർത്താവിൻ്റെ ജനനം മനുഷ്യനെയെല്ലാം സകല ജാതികളെയും സുവിശേഷത്തിൽ നിലനിർത്തുവാൻ തക്കവണ്ണം സകല ജാതികളോടുമുള്ളതായിരുന്നു കർത്താവിൻ്റെ ജനനത്തിൽ കൂടിയുള്ള ആ സുവിശേഷം. അത് സ്നേഹമാണ് അതിൻ്റെ അടിസ്ഥാനം. ആ സ്നേഹത്തിലാണ് സകലതും നിലനിൽക്കുന്നത്. മനുഷ്യൻ്റെ ജീവിതവും മനുഷ്യനോടുള്ള കരുണയും മനുഷ്യനോടുള്ള അലിവും എല്ലാം ഈ ക്രിസ്മസിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ക്രിസ്മസിൽ കൂടി മനുഷ്യർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സ്നേഹവും കരുണയും എന്ന് പറയുന്നത് അവരവരുടെ ജീവിതത്തിൽ അതിനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഈ ക്രിസ്മസ് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ആനന്ദത്തിന്റെയും ദിവസങ്ങളുടെ ഒരു തുടക്കമാകട്ടെ. എല്ലാ ആശംസകളും അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ന്യൂസ് ഡെസ്ക് CCN. ചെർപ്പുളശ്ശേരി നന്മ സാംസ്കാരിക കേന്ദ്രം ആൻഡ് പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നന്മ ക്രിസ്മസ് സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. ലൈബ്രറി അങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ കലാപരിപാടികളും നടന്നു. When striving cease, my comfort
ചെർപ്പുളശ്ശേരി സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ ടിബിൻ കാരോട്ട് പുള്ളുവേലിപ്പറമ്പിൽ ചടങ്ങിൽ ക്രിസ്മസ് സന്ദേശം നൽകി. ഈ സന്ദേശമാണ് ഈ ക്രിസ്മസ് എനിക്ക് നൽകാനുള്ളത്. ഈ സ്നേഹത്തിന്റെ കൂട്ടായി ഞാൻ അഭിമാനിക്കുന്നു. ഞാൻ ഈ പറയുന്നത് അത് കേൾക്കുന്ന, അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സമൂഹത്തിന്റെ മുൻപിലാണെന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യമൊന്നും പ്രധാനമില്ല. അതൊക്കെ നിങ്ങൾ അനുസരിച്ച് നിങ്ങൾ അങ്ങനെ ആ ഒരു ജീവിത ശൈലി മുമ്പോട്ട് കൊണ്ടുപോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി അഭിമാനമുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. ഈ ക്രിസ്മസ് സന്ദേശം എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു ക്രിസ്മസ് സന്ദേശമാണ്. പൊതുവേദിയിൽ ഞാൻ കൊടുക്കുന്നതാണ്. ഇത് ഒരിക്കലും ഞാൻ മറക്കില്ല. ഇതെപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവും. ഇങ്ങനെ ഇനിയും നിങ്ങളുടെ ഈ പ്രവർത്തികൾ, ഇനിയും നമ്മളിങ്ങനെ വിഷുവും ഓണവും ഒക്കെ ഇങ്ങനെ ആഘോഷിക്കണം. നമ്മളൊരിക്കലും നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ ഒതുങ്ങിയിരിക്കാം. ഇവിടെ അപ്പന്മാരൊന്നും അല്ല കേട്ടോ, അപ്പന്മാരായിട്ട് ഇടയ്ക്കുണ്ട്. അവർക്കൊക്കെ വേണമെങ്കിൽ വീട്ടിൽ ഒതുങ്ങിയിരിക്കാം. പക്ഷെ അവരൊക്കെ വന്നു ഇവിടെ എൻജോയ് ചെയ്യണം. ഇവിടെ കൂട്ടായ്മയാണ്, വേറൊന്നുമല്ല. ഇവിടെ കൂട്ടായ്മയാണ്. ഇത് കണ്ട് സംസാരിച്ച് വീട്ടിൽ വേണമെങ്കിൽ വെറുതെ ഇരുന്ന് അവൻ്റെ അടുത്തുള്ളവൻ്റെ കുറ്റം പറയാം. എടി അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണെന്ന് വേണമെങ്കിൽ കുറ്റം പറഞ്ഞ് വെറുതെ സമയം കളയാം. ഒരു കാര്യമില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ എങ്ങനെയാണ് കൂട്ടുകൂടുക, സംസാരിക്കുക, ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന മൊമെന്റ്സ്. പ്രായമായിട്ട് അപ്പച്ചന്മാരൊക്കെ വന്നു, ഒത്തിരി സന്തോഷമുണ്ട്. ഇങ്ങനെ നമ്മുടെ ജീവിതം എൻജോയ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ 80-90 വയസ്സായാലും അവിടെ കുത്തിയിരിക്കാം. ഒരു കാര്യമില്ല. നമ്മൾ ജീവിതാവസാനം വരെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. നന്മ സാംസ്കാരിക കേന്ദ്രം പ്രവർത്തകരും ലൈബ്രറി അംഗങ്ങളും സംഗമത്തിൽ പങ്കെടുത്തു. കലാഭവൻ മണി സ്മാരക ദേശീയ പുരസ്കാരം നേടിയ ബിജുമോൻ പന്തിരിക്കുലം, പഠനത്തിന് മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇഷാന എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പരിപാടിയിൽ കലാപരിപാടികളും നടന്നു. CCN ചെറുപ്പുളശ്ശേരി. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി നൌഷാദ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മതസൗഹാർദ്ദവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത്. മലപ്പുറം ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ചർച്ചിലെത്തിയ അസോസിയേഷൻ പ്രതിനിധികൾ കേക്ക് മുറിച്ചും സ്നേഹ സമ്മാനങ്ങൾ കൈമാറിയും വികാരി ഫാദർ അനീഷ് തോമസിനോടൊപ്പം ആഘോഷത്തിൽ പങ്കുചേർന്നു. നൌഷാദ് അസോസിയേഷന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ സമൂഹത്തിന് ഏറെ മാതൃകാപരമാണെന്ന് ഫാദർ അനീഷ് തോമസ് അഭിപ്രായപ്പെട്ടു. അവരുടെ എല്ലാ ശ്രമങ്ങളെയും, അവരുടെ അധ്വാനങ്ങളെയും, അവരുടെ എല്ലാ സഹായങ്ങളെയും, അവരുടെ പ്രവർത്തനങ്ങളെയും ഒക്കെയും എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ആശംസകളും നേരുന്നു. ഇന്ന് ഇവിടെ വന്നേറുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളോടുമുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. കേക്ക് മുറിച്ചും സ്നേഹ സമ്മാനങ്ങൾ നൽകിയും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ രീതിയിൽ അസോസിയേഷൻ പ്രതിനിധികൾ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ടെന്ന് ജില്ലാ പ്രസിഡന്റ് നൌഷാദ് മാംപ്ര അറിയിച്ചു. ഈ നൌഷാദ് അസോസിയേഷൻ എല്ലാ വർഷവും ക്രിസ്മസ് നാളിൽ ക്രിസ്മസ് സ്നേഹമധുരമായി ജില്ലയിലെ വിവിധ ക്രിസ്തീയ ദേവാലയങ്ങൾ സന്ദർശിക്കാനുണ്ട്. മതസൗഹാർദ്ദം എപ്പോഴും എക്കാലവും ഉയർത്തിപ്പിടിക്കുന്ന സംഘടനയാണ് നൌഷാദ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കൂട്ടായ്മ. അതിന്റെ ഭാഗമായി ഇന്നേ ദിവസം മലപ്പുറത്ത് സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് സിറിയക് ചർച്ചിലെ ജില്ലാതല ഉദ്ഘാടനമാണ് ക്രിസ്മസ് സ്നേഹമധുരവുമായി എത്തി ഞങ്ങൾ നൽകുന്നത്. മതസൗഹാർദ്ദവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത്. ആഘോഷങ്ങൾക്ക് അസോസിയേഷൻ ഭാരവാഹികളായ നൌഷാദ് മാംബ്ര, നൌഷാദ് പാതാരി, നൌഷാദ് കുട്ടിപ്പാറ, നൌഷാദ് പുത്തനങ്ങാടി, നൌഷാദ് ആലിപ്പറമ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി. CCN മലപ്പുറം. പാലക്കാട് പുതുശ്ശേരിയിൽ കരോൾ സംഘത്തിനു നേരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ മണ്ണാർക്കാട് പയ്യനട മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കരോൾ സംഘടിപ്പിച്ചു. വെള്ളപ്പാടത്ത് വെച്ച് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജ് വെള്ളപ്പാടം ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് പുതുശ്ശേരിയിലെ
ഒരു കലോത്സവത്തിനെതിരെ RSS ആക്രമണം നടത്തി. അതിനൊരു പ്രതിഷേധമായിട്ടാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു കലോത്സംഗം ഇതാക്കിയിട്ടുള്ളത്. എല്ലാ പിന്തുണയും വേണം. RSS എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ആക്രമണങ്ങൾ നടത്തുകയാണ്, മതം ഇതൊക്കെ നോക്കിയിട്ട്. അപ്പൊ അതിനെതിരെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഇതുണ്ടായിരിക്കണേ. അപ്പൊ നിങ്ങളൊക്കെ എല്ലാവരുടെയും പിന്തുണ ഇതിന് വേണം. ശരി. നാടിന്റെ മതസൗഹാർദ്ദവും ആഘോഷങ്ങളും തകർക്കാൻ ശ്രമിക്കുന്ന അക്രമികൾക്കെതിരെ പാട്ടുപാടിയും താളമിട്ടുമാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. എന്തിനാണ് നടത്തുന്നത്? RSSക്കെതിരാണ്. 50 ആ പേരെ കൂടി വെള്ളപ്പാടത്ത് വെച്ച് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജ് വെള്ളപ്പാടം ഉദ്ഘാടനം ചെയ്തു. ഭാഷ കൊണ്ട്, വേഷം കൊണ്ട്, ആചാരം കൊണ്ട്, അനുഷ്ഠാനങ്ങൾ കൊണ്ട്, ഭക്ഷണ രീതി കൊണ്ട്, തൊഴിലുകൾ കൊണ്ട്, കാലാവസ്ഥ കൊണ്ട് എല്ലാം വളരെയധികം വ്യത്യസ്തത പുലർത്തുന്ന ഒരു രാജ്യത്ത്, ആ രാജ്യത്ത് എല്ലാ മനുഷ്യരെയും ഒരുപോലെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന, അതിന് ഉതകുന്ന രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ഇടപെടലാണ് ഇപ്പോൾ സംഘപരിവാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏതെങ്കിലും ഒരു മതവിശ്വാസത്തോടോ ആചാരത്തോടോ അനുഷ്ഠാനത്തോടോ മമതയോ വിദ്വേഷമോ ഉള്ളവരല്ല. എല്ലാ മനുഷ്യർക്കും അവരവരുടെ വിശ്വാസങ്ങളെ, ആചാരങ്ങളെ എല്ലാം അവരുടെ ഇഷ്ടാനുസരണം പിൻപറ്റാമെന്നും അതിൽ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടന ഒരിക്കലും കൈകടത്താറില്ല. എന്നാൽ ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിന്റെ ആചാരത്തിന്റെ എല്ലാം കാര്യം വരുമ്പോൾ ആളുകൾ അവരുടെ വിശ്വാസവും ആചാരവും അനുഷ്ഠിക്കുമ്പോൾ അത് ഈ നാട്ടിൽ പാടില്ല എന്ന് സംഘപരിവാറല്ല ആര് തിട്ടൂരം പുറപ്പെടുവിച്ചാലും അതിനെ അങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഡിവൈഎഫ്ഐ കാണില്ല. ഡിവൈഎഫ്ഐ എല്ലാ കാലത്തും അതിനനുസരിച്ചുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് സുതീഷ് വാളിയാടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മേഖലാ സെക്രട്ടറി അൻഷാദ് സ്വാഗതം പറഞ്ഞു. പ്രതിഷേധ കരോളിൽ നിരവധി യുവജനങ്ങളും പ്രവർത്തകരും പങ്കുചേർന്നു. CCN മണ്ണാർക്കാട്. ശ്രീകൃഷ്ണപുരം സ്നേഹാലയം ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്ന കുട്ടികൾക്ക് സന്തോഷവും ആത്മവിശ്വാസവും പകരുന്ന രീതിയിലുള്ള കലാപരിപാടികളും നടന്നു. CDS ചെയർപേഴ്സൺ സൗമ്യയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ രമ്യ സ്വാഗതം പറഞ്ഞു. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും പങ്കാളിത്തം കൊണ്ട് ചടങ്ങ് ശ്രദ്ധേയമായി. ബ്ലോക്ക് മെമ്പർ അനിത, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് രാജിക എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. ആഘോഷത്തോടനുബന്ധിച്ചു നടന്ന ചടങ്ങിൽ അരവിന്ദാക്ഷൻ, ലിനി, ഓമന, ദ്വാരകനാഥൻ, ഉണ്ണികൃഷ്ണൻ, അരുണ, വിദ്യ, രജനി, ഹരിദാസൻ, രാജശ്രീ, ഗിരിജ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു.
CDS അംഗം സൂര്യ ചടങ്ങിന് നന്ദിയും പറഞ്ഞു. ഭാവിയിൽ നമുക്ക് ഒട്ടേറെ പ്രവർത്തന പരിപാടികളിൽ ഒരുമിച്ച് പോകാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. അതിലെല്ലാം മുന്നോട്ട് പോകാം. ഞാനിവിടെ നിങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ എൻ്റെ ഒരു ചുമതലയുണ്ടായിരുന്ന മത്സരിച്ചിരുന്ന വാർഡ് പ്രദേശത്ത് സഞ്ചരിച്ചു നോക്കുമ്പോൾ 8 വിദ്യാർത്ഥികൾ ഈ വിദ്യാലയത്തിൽ ബഡ്സ് വിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ട് എന്ന് വിലയിരുത്തിയിട്ടുണ്ട്. ഇതിൽ ചിലരെല്ലാം രക്ഷിതാക്കൾ ഇവിടെയുണ്ട്. ഞാൻ അവരുടെ എല്ലാം വീടുകളിൽ പോയി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് ഭാവിയിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കാമെന്നതാണ്. അന്ന് വോട്ട് കിട്ടലായിരുന്നു ആവശ്യമെങ്കിൽ ആ കിട്ടിയ വോട്ട് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആശയം എന്ന രീതിയിലാണ് ഞാൻ പല വീടുകളിലും പോയപ്പോൾ അവരെല്ലാം പറഞ്ഞത് ഈ വിദ്യാലയത്തിലേക്ക് ദിനംപ്രതി എത്താനുള്ള സഞ്ചാര സൗകര്യത്തിന്റെ പ്രയാസമാണ്. ഞാൻ അവരോട് ഉറപ്പ് നൽകിയ അവിടെ വാർഡിൽ അവരുടെ വീടുകളിൽ ഉറപ്പ് നൽകിയത് അടുത്ത വർഷം വിദ്യാലയം ആരംഭിക്കുമ്പോൾ ജൂൺ 1 വിദ്യാലയം പ്രവേശനം നടക്കുമ്പോൾ നിങ്ങളെല്ലാം ഒരു പുതിയ ബസ്സിലായിരിക്കും ഇങ്ങോട്ട് വരിക എന്നതാണ്. ആ അർത്ഥത്തിലേക്കുള്ള ചുവടുവയ്പ്. CCN കടമ്പഴിപ്പുറം. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 2ാം വാർഡ് അംഗം ബീന വന്നേക്കും. പഞ്ചായത്തിൽ ഇത്തവണ വനിതാ പ്രസിഡന്റ് സംവരണമാണ്. 27നാണ് തിരഞ്ഞെടുപ്പ്. വനിതാ സംവരണമായ പ്രസിഡന്റ് പദവിയിലേക്ക് 3 തവണ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ബീനയുടെ പരിചയസമ്പത്തും സംഘടനാ രംഗത്തെ മികവുമാണ് പാർട്ടിയെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്നാണ് വിവരം. കടമ്പഴിപ്പുറം നോർത്ത് 2ാം വാർഡിൽ നിന്ന് 210 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ബീന വിജയിച്ചത്. കഴിഞ്ഞ തവണ പുലാപ്പറ്റ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നായിരുന്നു പ്രസിഡന്റെങ്കിൽ ഇത്തവണ കടമ്പഴിപ്പുറം ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും തന്നെ പ്രസിഡന്റിനെ നിശ്ചയിക്കാനാണ് പാർട്ടി തീരുമാനം. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന കൃഷ്ണൻകുട്ടി 19ാം വാർഡായ ആലങ്ങാട്ടിൽ നിന്ന് 117 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഡിസംബർ 27നാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നത്. അന്ന് രാവിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും ഉച്ചയ്ക്ക് ശേഷം വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും നടക്കും. 19 വാർഡുകളുള്ള കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ LDF 15, UDF 4, NDA 1 എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില. CCN കടമ്പഴിപ്പുറം. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ പദവിയിലേക്ക് ആയിഷ മേക്കോട്ടിലിനെ മുസ്ലിം ലീഗ് കമ്മിറ്റി തീരുമാനിച്ചു. നിലവിൽ വനിതാ ലീഗിന്റെ പഞ്ചായത്ത് അധ്യക്ഷയായ ആയിഷയുടെ സംഘടനാ മികവും മുൻപുള്ള ഭരണപരിചയവും കണക്കിലെടുത്താണ് പാർട്ടിയുടെ ഈ തീരുമാനം. 13ാം വാർഡ് കാമ്പുറത്ത് നിന്ന് 519 വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ ആയിഷ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. പഞ്ചായത്ത് പാർലമെന്ററി ബോർഡും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ചേർന്ന യോഗത്തിലാണ് ഔദ്യോഗിക തീരുമാനമുണ്ടായത്. പ്രത്യേക ക്ഷണിതാക്കളായി K. അലി അക്ബർ, KT അഫ്സൽ എന്നിവരുൾപ്പെടെ 15 പേർ പങ്കെടുത്ത യോഗത്തിൽ ഭൂരിഭാഗം പേരുടെയും പിന്തുണ ആയിഷയ്ക്കുണ്ടായിരുന്നു. മുൻ പഞ്ചായത്ത് മെമ്പറായും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായും പ്രവർത്തിച്ചിട്ടുള്ള ഇവർക്ക് മികച്ച ഭരണപരിചയവുമുണ്ട്. കഴിഞ്ഞ 15 വർഷമായി ആശാവർക്കറായി സേവനമനുഷ്ഠിക്കുന്ന ആയിഷ മേക്കോട്ടിൽ മുൻ സർവീസ് ബാങ്ക് ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട്. ആലിപ്പറമ്പ് പഞ്ചായത്തിൽ വനിതാ ലീഗിന് ഏറ്റവും കൂടുതൽ യൂണിറ്റുകൾ രൂപീകരിച്ച് സംഘടനയെ ശക്തിപ്പെടുത്തിയതും ഈ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കപ്പെട്ടു. മാതൃസംഘടനയായ മുസ്ലിം ലീഗിന് കരുത്തുപകരുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വനിതാ നേതാവെന്ന നിലയിലാണ് ആയിഷ മേക്കോട്ടിലിനെ ഈ പദവിയിലേക്ക് പാർട്ടി നിയോഗിച്ചത്. CCN പെരിന്തൽമണ്ണ. ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് 185ന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പുനർജനി സപ്തദിന ക്യാമ്പ് ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. ചൊവ്വാഴ്ച നടന്ന ചടങ്ങിൽ വാർഡ് കൗൺസിലർ C. ജയകൃഷ്ണൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നോക്കൂ, അതിലൊരു വിഷയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നമ്മുടെ സമൂഹത്തിലെ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന്, അല്ലേ? വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് നമ്മളെ എങ്ങനെയാണ് സ്പർശിക്കുന്നത്, എങ്ങനെയാണ് ആ വലയത്തിലേക്ക് വിടുന്നത് എന്ന വിഷയവും നമുക്ക് വലിയൊരു വിഷയമായിട്ട് നിൽക്കുന്നുണ്ടാവും. നമ്മുടെ രക്ഷിതാക്കൾ ഏറെ ഭയപ്പെടുന്നവരുണ്ട്. സത്യത്തിൽ ഇപ്പോൾ ഒരു തുറന്നു പറഞ്ഞാൽ തയ്യാറാണ്. ഞാനെല്ലാം ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നടക്കും ഞാനൊരു വിഷയത്തിൽ ഏർപ്പെട്ടു. എന്താണ് വിഷയം? ചെർപ്പുളശ്ശേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ NSS പ്രോഗ്രാം ഓഫീസർ PV സവ്യൻ സ്വാഗതം പറഞ്ഞു. പ്രിൻസിപ്പൽ അബ്ദുൽ സലീം, വോളണ്ടിയർമാരായ ദേവു K. ജയ്മോൻ, അനൂപ്, സാജിദ, വരുൺ എന്നിവർ സംസാരിച്ചു. ഡിസംബർ 23 മുതൽ 29 വരെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. CCN ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരി നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട UDF കൗൺസിലർമാർക്ക് സ്വീകരണവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ചെർപ്പുളശ്ശേരി ടൗണിൽ പ്രകടനത്തോടെ തുടങ്ങിയ പരിപാടി UDF ജില്ലാ ചെയർമാൻ മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു.
CCN ചെറുപ്പുളശ്ശേരി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ LDF നേതൃത്വത്തിൽ മലപ്പുറം GST ഓഫീസിലേക്ക് ഉജ്ജ്വല പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് മാർച്ചിൽ പങ്കെടുത്തത്. മാർച്ചിനു ശേഷം നടന്ന പ്രതിഷേധ യോഗം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം EN മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. NCP ജില്ലാ പ്രസിഡന്റ് KP രാമനാഥൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. CPI സ്റ്റേറ്റ് കൌൺസിൽ അംഗം E സൈതലവി സ്വാഗതവും LDF മണ്ഡലം കൺവീനർ K സുന്ദരരാജൻ നന്ദിയും പറഞ്ഞു. CCN മലപ്പുറം. കേരള വ്യവസായ വകുപ്പും കേന്ദ്ര MSME മന്ത്രാലയവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇന്ത്യ ഇന്റർനാഷണൽ ഇൻഡസ്ട്രിയൽ EV എക്സ്പോയും വ്യവസായ സംഗമവും ജനുവരി 16, 17, 18 തീയതികളിൽ കൊച്ചി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ നടക്കും. സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ജനുവരി 16-ന് എക്സ്പോയുടെ ഉദ്ഘാടനം ധനമന്ത്രി KN ബാലഗോപാൽ നിർവഹിക്കും. റവന്യൂ മന്ത്രി K രാജൻ മുഖ്യാതിഥിയാകും. 17-ന് നടക്കുന്ന വ്യവസായ സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വ്യവസായ മന്ത്രി P രാജീവ് മുഖ്യപ്രഭാഷണം നടത്തും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. 18-ന് നടക്കുന്ന സമാപന സമ്മേളനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ K കൃഷ്ണൻകുട്ടി, GR അനിൽ, MP രാജേഷ് തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ പങ്കെടുക്കും. ഇത്തരത്തിലൊരു എക്സിബിഷൻ വെക്കുന്നത് എന്താ വെച്ചാല് നമ്മുടെ കേരളത്തിലെ തന്നെ വ്യവസായികളുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിച്ചിട്ട് മാർക്കറ്റ് ലഭിക്കാനും അതുപോലെ തന്നെ പുതിയ വ്യവസായങ്ങൾ സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള മിഷനറികളുടെ ഒരു പ്രദർശനവുമാണ് ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏകദേശം മലപ്പുറത്തുനിന്ന് 3000-ലധികം ആളുകൾ രജിസ്ട്രേഷൻ ആൾറെഡി കഴിഞ്ഞു. ഇനിയും ആളുകൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ട യാത്രാ സൗകര്യങ്ങൾ വരെ സംസ്ഥാന കമ്മിറ്റി ചെയ്തു കൊടുക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ MS സുനിത, AP അബ്ദുൽ കരീം, KU അൻവർ, P ജുനൈദ്, KP മുജീബ് റഹ്മാൻ, C ഹംസഹാജി എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. ചരിത്ര പ്രസിദ്ധമായ മലപ്പുറം ത്രിപുരാന്തക ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം ജനുവരി 2 മുതൽ 9 വരെ നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈവിധ്യമാർന്ന ആചാരപരമായ ചടങ്ങുകളും കലാപരിപാടികളുമാണ് ഉത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. 23 കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് ഉത്സവം നടക്കാറുണ്ട്. ഉത്സവം എന്ന് പറയുമ്പോൾ നമ്മുടെ ശിവക്ഷേത്രങ്ങളിൽ ഉത്സവം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ 23 കൊല്ലമായിട്ട് ഉത്സവം മുടങ്ങി കിടക്കായിരുന്നു. കുറെ കാലമായിട്ട് കുറച്ച് ശോചനീയ അവസ്ഥയിലായിരുന്നു. പക്ഷെ മാറി മാറി വന്നിട്ടുള്ള ട്രസ്റ്റ് ബോർഡുകളുടെ അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടും ഭക്തരുടെ സഹായം അമ്പലം ഏകദേശം ഈ ഒരു 4-5 കൊല്ലമായിട്ട് വളരെ ആൾക്കാർ നന്നായിട്ട് വരാറും അതിന്റെ ഭാഗമായിട്ട് നല്ല അഭിവൃദ്ധി ഏകദേശം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ ഞങ്ങൾ ഈ ഒരു ട്രസ്റ്റ് ബോർഡ് വന്നതിന് ശേഷം പുനരുദ്ധാരണ പ്രവർത്തനം എത്രയിലും നമ്മൾ 2023 പുതിയ ട്രസ്റ്റ് ബോർഡ് അംഗങ്ങൾ നിലവിൽ വരികയും ജനുവരി 2-ന് വൈകുന്നേരം ആചാര്യവരണം, കൊടിയേറ്റം എന്നിവയോടെ ഉത്സവത്തിന് തുടക്കമാകും. തുടർന്ന് 6:30-ന് തായമ്പക, കേളി, 7-ന് സംഗീതാർച്ചന, 9-ന് ഗാനമേള എന്നിവ നടക്കും. ഉത്സവത്തിന്റെ തുടർന്നുള്ള ദിവസങ്ങളിൽ തിരുവാതിരക്കളി, ഇടയ്ക്കധ്വനി, സഹസ്രനാമ പാരായണം, രാഗധാര, കുച്ചുപ്പുടി, തെയ്യം ഡാൻസ്, നൃത്തനൃത്യങ്ങൾ, നാടൻപാട്ട് തുടങ്ങിയ കലാവിരുന്നുകൾ അരങ്ങേറും. വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് മണ്ണൂർ ശിവക്ഷേത്രത്തിൽ നിന്ന് വർണ്ണാഭമായ ഘോഷയാത്ര ആരംഭിക്കും. ഗജവീരന്മാരുടെയും മേളക്കൊഴുപ്പിന്റെയും അകമ്പടിയോടെയുള്ള ഘോഷയാത്ര ത്രിപുരാന്തക ക്ഷേത്രത്തിൽ സമാപിക്കും. തുടർന്ന് പള്ളിവേട്ട ചടങ്ങുകൾ നടക്കും. വെള്ളിയാഴ്ച പള്ളി ഉണർത്തലിനു ശേഷം വൈകുന്നേരം ആറാട്ടോടെ ഈ വർഷത്തെ ഉത്സവത്തിന് കൊടിയിറങ്ങും. ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് പരിപാടി 8-ാം തീയതി കോട്ടപ്പടി മണ്ണൂർ ശിവക്ഷേത്ര പരിസരത്തുള്ള എഴുന്നള്ളിപ്പാണ്. ആ എഴുന്നള്ളിപ്പ് നമ്മുടെ തിരൂർ റോഡ് വഴി നമ്മുടെ കോട്ടപ്പടി ഹോസ്പിറ്റലിന്റെ മുൻവശത്തു കൂടി, പോലീസ് സ്റ്റേഷന്റെ മുൻവശം വഴി, ബസ് സ്റ്റാൻഡിന്റെ മുൻവശത്തു കൂടി, കലക്ടറേറ്റിന്റെ വഴി, പെരിന്തൽമണ്ണ റോഡ് വഴി ത്രിപുരാന്തക ക്ഷേത്രത്തിൽ എത്തിച്ചു. കൃത്യം 4 മണിക്കൂറുകളുടെ ഘോഷയാത്ര ആരംഭിക്കുന്നത്. ഏകദേശം അതൊരു 9 മണിയോട് കൂടിയിട്ട് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും. അപ്പൊ അത് ഒരു
ഈ ഗുരുവായൂർ അടുത്തുള്ള തോട്ടേക്കാട് വിനായകനുള്ള ആനയാണ് ഇതിന് പങ്കെടുക്കുന്നത്. മറ്റുള്ള വാദ്യഘോഷങ്ങൾ, വേഷവിധാനങ്ങൾ, താലപ്പൊലി, ഒരു 500ഓളം സ്ത്രീകൾ പങ്കെടുക്കുന്ന താലപ്പൊലി. വാർത്താ സമ്മേളനത്തിൽ വിജയൻ, ചന്ദ്രശേഖരൻ, സുന്ദരൻ, ഗോപി, എം സനൽകുമാർ, പ്രദീപ്, കെ മധുകുമാർ എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീകളും നക്ഷത്രങ്ങളുമെല്ലാമായി നാടും നഗരവും ക്രിസ്മസിനെ വരവേറ്റു. ശാന്തിയുടെയും സഹനത്തിന്റെയും സന്ദേശം ലോകത്തിന് പകർന്നു നൽകിയ യേശുദേവന്റെ തിരുപ്പിറവിയുടെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ ക്രിസ്മസും. പാലക്കാട് പുതുശ്ശേരിയിൽ കരോൾ സംഘത്തിന് നേരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ മണ്ണാർക്കാട് പയ്യനടം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കരോൾ സംഘടിപ്പിച്ചു. വെള്ളപ്പാടത്ത് വെച്ച് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജ് വെള്ളപ്പാടം ഉദ്ഘാടനം ചെയ്തു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ പദവിയിലേക്ക് ആയിഷ മേക്കോട്ടിലിനെ മുസ്ലിം ലീഗ് കമ്മിറ്റി തീരുമാനിച്ചു. നിലവിൽ വനിതാ ലീഗിന്റെ പഞ്ചായത്ത് അധ്യക്ഷയായ ആയിഷയുടെ സംഘടനാ മികവും മുൻപുള്ള ഭരണപരിചയവും കണക്കിലെടുത്താണ് പാർട്ടിയുടെ ഈ തീരുമാനം. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 2ാം വാർഡംഗം ബീന വന്നേക്കും. പഞ്ചായത്തിൽ ഇത്തവണ വനിതാ പ്രസിഡന്റ് സംവരണമാണ്. 27നാണ് തിരഞ്ഞെടുപ്പ്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.